ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊക്കോമ 2 ആണ്. അതായത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോസ്റ്റ് എസ്റ്റിമേഷൻ മോഡൽ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മോഡൽ, അങ്ങനെ അതിൻ്റെ കാൽക്കുലേഷനോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് കൊക്കോമ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിക്വയർമെൻറ്റ് SRS ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പ്രോജക്റ്റിന് ഓവറോൾ എന്തുമാത്രം കോസ്റ്റ് ആകും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡൽസാണ്. അപ്പോൾ കൊക്കോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഫോമിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന മോഡലൊക്കെ തന്നെയാണ്. അതിനകത്ത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോജക്റ്റിലൊക്കെ എങ്ങനെയാണ് എസ്റ്റിമേഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെയിം ഏകദേശം കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡെവലപ്ഡ് ഫ്രം earlier COCOMA കോസ്റ്റ് എസ്റ്റിമേഷൻ മോഡൽസ്, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് മോഡേൺ അപ്രോച്ചസ് ടു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള അപ്രോച്ചസ് കൺസിഡർ ചെയ്തിട്ടാണ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതൊക്കെ കാറ്റഗറീസ് നമ്മൾ പ്രീവിയസ് കൊക്കോമോയിൽ കണ്ടിരുന്നു. നമ്മൾ പ്രോജക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് മോഡൽസ്, അതായത് കൊക്കോമോയിൽ തന്നെ 3 കാറ്റഗറി വൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോജക്റ്റിനെ, ഏത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ട് കോസ്റ്റ് എസ്റ്റിമേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പ്രോജക്റ്റ് അല്ലെ ആപ്ലിക്കേഷൻ കാറ്റഗറീസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ വരുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാ കാറ്റഗറിയും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരു കാറ്റഗറി മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദ ഫോളോവിങ് കാറ്റഗറീസ് ഓഫ് ആപ്ലിക്കേഷൻസ് ഓർ പ്രോജക്ട്സ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ കൊക്കോമ 2 ആൻഡ് ആർ നമ്മൾ ഈ ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് പ്രോജക്ട്സ് കാറ്റഗറീസാണ്. അതായത് ഒന്ന് എൻഡ് യൂസർ പ്രോഗ്രാമിംഗ്, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ജനറേറ്റേഴ്സ് ആൻഡ് കോമ്പോസിഷൻ എയ്ഡ്സ്, നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ, നെക്സ്റ്റ് വൺ സിസ്റ്റം ഇൻ്റഗ്രേഷൻ, നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കൊക്കോമ 2. അപ്പം നമ്മൾ ഈ എസ്റ്റിമേഷൻ ഏതൊക്കെ കേസസിലൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെ അതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേജ് 1 നമ്മൾ മോഡൽ ഏത് മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ എസ്റ്റിമേഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ 3 മോഡലുണ്ട്. അപ്പം ഞാൻ ഈ ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ എസ്റ്റിമേഷൻ മോഡൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചോദിക്കത്തില്ല. അപ്പം ഞാൻ ഈ കൊക്കോമ 2 ഒരു മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ എസ്റ്റിമേഷൻ മോഡലിൽ ആപ്ലിക്കേഷൻ ഫോർ ദ ടൈപ്സ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ, ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ്. ദെൻ ആപ്ലിക്കേഷൻസ് വരുന്നത് ഇൻ അഡീഷൻ ടു ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ ടൈപ്സ് ഓഫ് പ്രോജക്ട്സ്. ദിസ് മോഡൽ ഈസ് ഓൾസോ യൂസ് ഫോർ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജ് ഓഫ് ആപ്ലിക്കേഷൻ ജനറേറ്റേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റം ഇൻ്റഗ്രേഷൻ. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് പ്രോജക്ട്സിലാണ് ഇത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ ടൈപ്സ് ഓഫ് പ്രോജക്ട്സിൽ. അപ്പം ഇത് പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജിലാണ് കൂടുതലായിട്ട് ഈ മോഡൽ യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏർലി ഡിസൈൻ എസ്റ്റിമേഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ജനറേറ്റേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റം ഇൻ്റഗ്രേഷൻ ആണ് ആ ടൈപ്പ് ഓഫ് പ്രോജക്ട്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എപ്പോൾ യൂസ് ചെയ്യും? യൂസ്ഡ് ഇൻ ഏർലി ഡിസൈൻ സ്റ്റേജ് ഓഫ് എ പ്രോജക്റ്റ് വെൻ ലെസ് ഈസ് നോൺ അബൌട്ട് ദി പ്രോജക്റ്റ്. അപ്പോൾ ഏർലി ഡിസൈൻ സ്റ്റേജിലാണ് ഈ മോഡൽ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. സ്റ്റേജ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ആർക്കിടെക്ചർ എസ്റ്റിമേഷൻ മോഡലാണ്. അതായത് ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് പ്രോജക്റ്റിലൊക്കെ തന്നെ ആപ്ലിക്കേഷൻ ജനറേറ്റേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റം ഇൻ്റഗ്രേഷൻ ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് പ്രോജക്ട്സിലൊക്കെയാണ് ഈ മോഡൽ യൂസ് ചെയ്യുന്നത്. എപ്പോൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചാൽ യൂസ്ഡ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദ ഡീറ്റെയിൽഡ് ആർക്കിടെക്ചർ ഓഫ് ദി പ്രോജക്റ്റ്. അപ്പം നമ്മൾ പ്രോജക്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ഒരു ആർക്കിടെക്ചർ എല്ലാം ഫോം ചെയ്തതിന് ശേഷമായിരിക്കും ഈ മോഡൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കൊക്കോമ 2 ആണ് പറഞ്ഞത്. 3 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോഡൽസ്, ആ മോഡൽസ് ഏത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റിലാണ് യൂസ് ചെയ്യുന്നത്, എപ്പോൾ യൂസ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് എല്ലാ മോഡലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരെണ്ണം മാത്രമാണ്, അതായത് ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ എസ്റ്റിമേഷൻ മോഡൽ. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ എസ്റ്റിമേഷൻ നമ്മൾ ചെയ്യുന്നത് പല സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റെപ്സിൽ നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ്, നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. ഫസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ആക്സസ് ഓബ്ജക്ട്സ് കൗണ്ട്സ്, ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ദെൻ ക്ലാസിഫൈ കോംപ്ലക്സിറ്റി ലെവൽസ് ഓഫ് each project. Next എന്ന് പറഞ്ഞാൽ assign complexity weights to each object, then determine object points,
then compute new objects points, calculate productivity rate. Next one, compute the estimated effort in persons month. അപ്പം നമ്മളെപ്പോഴും കൊക്കോമോയിലാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എഫേർട്സ് ഇൻ പേഴ്സൺസ് മന്ത് ആയിരുന്നു. അപ്പോൾ പക്ഷെ അത് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ എസ്റ്റിമേഷൻ മോഡലിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ആക്സസ് ഓബ്ജക്റ്റ് കൗണ്ട്സ് ആണ്. എന്താണ് കൗണ്ട്സ്, ഓബ്ജക്റ്റ് കൗണ്ട്സ് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് സ്ക്രീൻസ്, റിപ്പോർട്ട്സ് ആൻഡ് 3GL തേർഡ് ജനറേഷൻ കമ്പോണൻറ്റ്സ് ദാറ്റ് വിൽ കംപ്രൈസ് ദിസ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ ഇതിനകത്ത് എത്ര സ്ക്രീൻസ് ഉണ്ട്, എത്ര റിപ്പോർട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ കമ്പോണൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ ഓബ്ജക്റ്റ് കൗണ്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓബ്ജക്റ്റ് കൗണ്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനകത്ത് കൗണ്ട്സ് നമ്മളിപ്പം ആക്ച്വലി പ്രോജക്റ്റ് ചെയ്തല്ലല്ലോ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുവാണെങ്കിൽ കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് എത്ര സ്ക്രീൻസ് ഉണ്ട്, എത്ര റിപ്പോർട്ട്സ് ഉണ്ട്, എത്ര കമ്പോണൻറ്റ്സ് ഉണ്ടെന്നൊക്കെ അതിനകത്ത് തന്നിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ദ ഒബ്ജക്ട്സ് കൗണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോംപ്ലക്സിറ്റി ലെവൽസ് ആണ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് കൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഡിഫറെൻറ്റ് കോംപ്ലക്സിറ്റി ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഡിഫറെൻറ്റ് കോംപ്ലക്സിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ സിമ്പിളാണോ, മീഡിയം ആണോ, ഡിഫിക്കൾട്ടാണോ, അങ്ങനെ 3 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് വി ഹാവ് ടു ക്ലാസിഫൈ ഈച്ച് ഓബ്ജക്റ്റ് ഇൻസ്റ്റൻസ് ഇൻ ടു സിമ്പിൾ, മീഡിയം ആൻഡ് ഡിഫിക്കൾട്ട് കോംപ്ലക്സിറ്റി ലെവൽസ് ഡിപ്പെൻഡിങ് ഓൺ വാല്യൂസ് ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ സ്ക്രീൻസ് അല്ല റിപ്പോർട്ട്സ് കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് വ്യൂസ് കണ്ടെയ്ൻഡ്, എത്ര വ്യൂസ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് തന്നിരിക്കും. അപ്പോൾ അതിനെ ബേസ് <3 ആണെങ്കിൽ ആ <3യെ നമ്മൾ ഇതിനകത്ത് സിമ്പിളാണോ അല്ലെങ്കിൽ മീഡിയം എങ്ങനെ ലെവൽ ഡിഫൈൻ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്പർ ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ ടേബിൾസ്, അതായത് ഡാറ്റ ടേബിൾസിൻ്റെ കൗണ്ട് തന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ടോട്ടൽ കൗണ്ട് <4 ആണെങ്കിൽ <4 ആണെന്ന് വിചാരിച്ചോ ഡാറ്റ ടേബിൾസ്. അപ്പം അതോടൊപ്പം തന്നെ അതിനകത്ത് കൗണ്ട് സെർവർ ആൻഡ് ക്ലയൻറ്റിനെയും കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ <2 സെർവറും <3 ക്ലയൻറ്റും ആണ്, <3 വ്യൂസും ആണ് വരുന്നത്. നിങ്ങൾ അത് സിമ്പിൾ കാറ്റഗറിയിലാണ്. സ്ക്രീൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രീനിൻ്റെ കേസസ് വരുന്നത്. സ്ക്രീനും റിപ്പോർട്ട്സും എല്ലാം ഡിഫറെൻറ്റ് ടേബിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ടേബിൾ റെഫർ ചെയ്തിട്ടാണ് അതിനകത്തുനിന്ന് ലെവൽസ്, കോംപ്ലക്സിറ്റി ലെവൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പം ഇത് ചിലപ്പോൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ടേബിൾസ് പറഞ്ഞാൽ <8 ആണെങ്കിൽ 8 ആണ്. അതോടൊപ്പം തന്നെ 2-3 സെർവർ അല്ലെങ്കിൽ 3-5 ക്ലയൻറ്റ് വരുന്നു. അതോടൊപ്പം തന്നെ വ്യൂസ് ഏത് ഇതിലാണോ വരുന്നതെന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രീൻസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് സിമ്പിളാണോ, മീഡിയം ആണോ, ഡിഫിക്കൾട്ടാണോ എന്നുള്ളത്. അപ്പം ഇനി നമുക്ക് റിപ്പോർട്ട്സ്, അപ്പോൾ അതോടൊപ്പം തന്നെ റിപ്പോർട്ട്സും ചെയ്യണമല്ലോ. ഈ സെയിം കേസസ് ഒക്കെ തന്നെയാണ്. അപ്പം നമ്പർ ഓഫ് സെക്ഷൻസ് കണ്ടെയ്ൻഡ്, അപ്പം എത്ര റിപ്പോർട്ട്സിൽ എത്ര സെക്ഷൻസ് ഉണ്ട് എന്നുള്ളതിന് വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡാറ്റ ടേബിളിനെ ബേസ് ചെയ്തിട്ട്, അതായത് ക്ലയൻറ്റ് സെർവറിനെ ബേസ് ചെയ്തിട്ട് സിമ്പിളാണോ, മീഡിയം ആണോ, ഡിഫിക്കൾട്ടാണോ എന്നുള്ളത് റിപ്പോർട്ടിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് സ്ക്രീൻസിൻ്റെ ലെവലും ഡിഫൈൻ ചെയ്യണം, റിപ്പോർട്ട്സിൻ്റെ ലെവലും ഡിഫൈൻ ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ലെവൽ ഡിഫൈൻ ചെയ്ത് കഴിയുമ്പം ഓരോ ലെവലിൻ്റെയും വെയ്റ്റ്, കോംപ്ലക്സിറ്റി വെയ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ അസൈൻ കോംപ്ലക്സിറ്റി വെയ്റ്റ് ടു ഈച്ച് ഓബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വെയ്റ്റ്സ് ആർ യൂസ് ഫോർ 3 ഓബ്ജക്ട്സ് ടൈപ്സ്, അതായത് സ്ക്രീൻ, റിപ്പോർട്ട്സ് ആൻഡ് 3GL കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെയ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഓബ്ജക്റ്റ് ടൈപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്രീനാണോ, റിപ്പോർട്ടാണോ, 3GL കമ്പോണൻ്റ് ആണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോംപ്ലക്സിറ്റി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ടേബിൾ വെച്ചിട്ട് അത് സിമ്പിളാണോ, മീഡിയം ആണോ, ഡിഫിക്കൾട്ട് ആണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇതിനകത്തെ വാല്യൂസ് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഡിറ്റർമിൻ ഓബ്ജക്റ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ഓബ്ജക്റ്റ് പോയിൻറ്റ് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ നിന്ന് കിട്ടിയ വാല്യൂസൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഓബ്ജക്റ്റ് പോയിൻറ്റ് കൗണ്ട് ജനറേറ്റ് ചെയ്യും. ആഡ് ഓൾ ദ വെയ്റ്റഡ് ഓബ്ജക്റ്റ് ഇൻസ്റ്റൻസസ് ടു ഗെറ്റ് 1 നമ്പർ ആൻഡ് ദിസ് നോൺ ആസ് ഓബ്ജക്റ്റ് പോയിൻറ്റ് കൗണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ടേബിളിൽ നിന്നോട്ടെ എത്ര സ്ക്രീൻസ് ഉണ്ട്, എത്ര റിപ്പോർട്ട്സ് ഉണ്ട്, പിന്നെ കോംപ്ലക്സിറ്റി ലെവലെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്കൊരു വാല്യൂ കിട്ടും. അത് വെച്ചിട്ട് നമ്മളൊരു ഓബ്ജക്റ്റ് കൗണ്ട്, പോയിൻറ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ട് ന്യൂ ഓബ്ജക്റ്റ് പോയിൻറ്റ്സ് എന്നുണ്ട്. അതായത് ഇതിനകത്ത് എന്തെങ്കിലും റീയൂസ് കേസസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഓബ്ജക്റ്റ് പോയിൻറ്റ്, ന്യൂ ഓബ്ജക്റ്റ് പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു എസ്റ്റിമേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് റീയൂസ് ടു ബി അച്ചീവ്ഡ് ഇൻ എ project. Depending on the percentage of reuse, the new object points are computed. അപ്പം percentage of reuse-നെ ബേസ് ചെയ്തിട്ട് ന്യൂ ഒബ്ജക്ട്സ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഓൾറെഡി ഫോർത്ത് കേസ്, മേളത്തെ കേസസിൽ ഒബ്ജക്റ്റ് പോയിന്റ് ഉണ്ട് ഇൻറ്റു 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് റീയൂസ്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടില്ല നമ്മൾ എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ബൈ 100 ആണ് ന്യൂ ഓബ്ജക്ട്സ് പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം സിംപ്ലി ആൻ ഓബ്ജക്റ്റ് പോയിൻ്റ്, ന്യൂ ഓബ്ജക്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ദ ഓബ്ജക്ട്സ് പോയിൻറ്റ്സ് ദാറ്റ് വിൽ നീഡ് ടു ബി ഡെവലപ്ഡ് ആൻഡ് ഡിഫർ ഫ്രം ദ ഓബ്ജക്റ്റ് പോയിൻറ്റ് കൗണ്ട് ബിക്കോസ് ദെയർ മേ ബി റീയൂസ്. ഓക്കെ, അപ്പം ഓബ്ജക്റ്റ് പോയിൻറ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ ന്യൂ ഓബ്ജക്റ്റ് പോയിൻറ്റ് കൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ന്യൂ ഓബ്ജക്റ്റ് പോയിൻറ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീയൂസ് കേസസ് വരുമ്പോൾ മാത്രമാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രൊഡക്ടിവിറ്റി, കാൽക്കുലേഷൻ ഓഫ് പ്രൊഡക്ടിവിറ്റി റേറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രൊഡക്ടിവിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോജക്റ്റ് അത് മച്ചുവേർഡ് ആണോ, അത് കേപ്പബിൾ, അങ്ങനെയുള്ള ഡെവലപ്പേഴ്സ് എക്സ്പീരിയൻസ് ആൻഡ് കേപ്പബിലിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. വെരി ലോ ആണ് ലോ, നോമിനൽ, ഹൈ, വെരി ഹൈ. അതിനെ ബേസ് ചെയ്തിട്ട് പ്രൊഡക്ടിവിറ്റി റേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് വാല്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ടിവിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് പെർ പേഴ്സൺ മന്ത് ആണ് കാൽക്കുലേറ്റ് വരുന്നത്. അപ്പം നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആവും. Then last one is compute the effort in persons month. When productivity is known, we may estimate effort in person months are effort in person month on a number of object points divided by productivity rate ആണ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതായത് consider a database application project with the following characteristics. അപ്പോൾ ഫസ്റ്റ് വൺ, ദ ആപ്ലിക്കേഷൻ ഹാസ്, അതായത് നമുക്ക് സ്ക്രീൻ ഉണ്ടോ, റിപ്പോർട്ട്സ് ഉണ്ടോ, 3GL കമ്പോണൻറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കേസ് പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഹാസ് 4 സ്ക്രീൻസ് വിത്ത് 4 വ്യൂസ് ഈച്ച്, 4 വ്യൂസ് ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ സ്ക്രീനിൻ്റെ ടേബിൾ എടുത്തിട്ട് ഏത് കാറ്റഗറി വരുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് നമുക്ക് 4 സ്ക്രീനാണ്, 4 വ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ലെവലിൽ വരുന്ന 7 ഡേറ്റാ ബേസസ് ആണ്, കോളം 7 ഡേറ്റാ ടേബിൾസ് വന്നിട്ടുണ്ട്. 7 ഡേറ്റാ ടേബിൾസ് ഫോർ 3 സെർവേഴ്സ് ആൻഡ് 4 ക്ലയൻസിൻ്റെ കേസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ റിപ്പോർട്ട്സിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ആപ്ലിക്കേഷൻ മേ ജനറേറ്റ് 2 റിപ്പോർട്ട്സ്, 2 എണ്ണമാണ്, ഓഫ് 6 സെക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സെക്ഷനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ 6 സെക്ഷൻസ് ആണ് റിപ്പോർട്ടിൻ്റെ കേസസ് വരുന്നത്. ഈച്ച് ഫ്രം 7 ഡേറ്റാ ടേബിൾസ്. ഓക്കെ, 7 ആണ് ഫോർ 2 സെർവേഴ്സ് ആൻഡ് 3 ക്ലയൻസ്. അപ്പം ഡേറ്റാ ടേബിൾ 7, അതുപോലെ 2-3 ക്ലയൻസ്, സെർവർ ആൻഡ് ക്ലയൻറ്റ് വരുന്ന കേസാണ് എടുക്കേണ്ടത്. ദെൻ ദർ ഈസ് 10% റീയൂസ് ഓഫ് ഒബ്ജക്റ്റ് പോയിൻറ്റ്സ്. അപ്പം റീയൂസിൻ്റെ NOPയും കാൽക്കുലേറ്റ് ചെയ്യണം. 10% റീയൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൊഡക്ടിവിറ്റി റേറ്റ് നോക്കാൻ ദ ഡെവലപ്പേഴ്സ് എക്സ്പീരിയൻസ് ആൻഡ് കേപ്പബിലിറ്റി ഇൻ ദ സിമിലർ എൻവയോൺമെൻറ്റ് ഈസ് ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദ മച്യൂരിറ്റി ഓഫ് ഓർഗനൈസേഷൻ ഇൻ ടേംസ് ഓഫ് കേപ്പബിലിറ്റി ഈസ് ഓൾസോ ലോ ആണ്. അപ്പോൾ ലോ ക്വാളിറ്റി വരുന്ന വാല്യൂസ് നമ്മൾ പ്രൊഡക്ടിവിറ്റി റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദ ഒബ്ജക്റ്റ് പോയിൻറ്റ് കൗണ്ട്, ന്യൂ ഒബ്ജക്റ്റ് പോയിൻറ്റ് കൗണ്ട്സ് പോയിൻറ്റ്സ് ആൻഡ് എഫർട്ട് ടു ഡെവലപ്പ് സച്ച് എ പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒബ്ജക്റ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ എസ്റ്റിമേഷൻ മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് സ്ക്രീൻസ് എത്രയായിരുന്നു നമ്മൾ കണ്ടത്? 4 വിത്ത് 4 വ്യൂസ് ഈച്ച്. നമ്പർ ഓഫ് റിപ്പോർട്ട്സ് എത്രയാണ്? 2 വിത്ത് 2 സെക്ഷൻസ് ഈച്ച്. അപ്പോൾ നമ്മൾ ടേബിൾ 9 എയും ബിയും ഉണ്ടായിരുന്നു, അതായത് സ്ക്രീൻസിൻ്റെ റിപ്പോർട്ട്സിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വിൽ ബി ഓഫ് മീഡിയം കോംപ്ലക്സിറ്റി, റിപ്പോർട്ട് വിൽ ബി ഡിഫിക്കൽട്ട് കോംപ്ലക്സിറ്റിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ടേബിളിൽ നോക്കിയാൽ മതി. നമ്മൾ 4 വിത്ത് 4 വ്യൂസും 2 വിത്ത് 6 സെക്ഷൻസും ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മീഡിയം, ഡിഫിക്കൽട്ട്, കോംപ്ലക്സിറ്റി ലെവൽസ് കിട്ടി. ദെൻ ഇനി കോംപ്ലക്സിറ്റി വെയിറ്റ് നമ്മൾ കൊടുക്കണം.
അപ്പം നമ്മൾ മീഡിയം ഏതാണ്, ഡിഫിക്കൾട്ട് അല്ലേ. അപ്പം മീഡിയത്തിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സ്ക്രീനിൻ്റെ 4 ആണ്, 4 വിത്ത് 4 വ്യൂസ് എന്നല്ലേ, അപ്പോൾ 4 ആണ് വന്നിരിക്കുന്നത്. 4 ഇൻറ്റു മീഡിയം 2 എന്ന് വരും. പ്ലസ് റിപ്പോർട്ട്സ് എത്രയാണ്, 2 വിത്ത് 6 സെഷൻസ്. അപ്പോൾ 2 ഇൻറ്റു ഡിഫിക്കൽട്ടിയാണ്. അപ്പം കോംപ്ലക്സിറ്റി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അങ്ങനെ നമുക്ക് 24 നമ്മൾ ഓബ്ജക്ട്സ് പോയിൻറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് 10% റീയൂസ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 10% റീയൂസ് എന്ന് പറയുമ്പോൾ NOP കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഒബ്ജക്റ്റ് പോയിൻ്റ് കിട്ടിയായിരുന്നു 24 ഇൻറ്റു 100 മൈനസ് 10/100. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പറല്ല, ന്യൂ ഒബ്ജക്ട്സ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 21.6 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പ്രൊഡക്ടിവിറ്റി റേറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം ടേബിൾ 11 അത് തന്നിട്ടുണ്ട്, ലോ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലോ വാല്യൂ ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പം നമുക്കിനി എഫേർട്സ് ഇൻ പേഴ്സൺസ് മന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, NOP ഡിവൈഡഡ് ബൈ പ്രൊഡക്ടിവിറ്റി റേറ്റ്. അപ്പോൾ എത്രയാണ്, NOP നമുക്ക് കിട്ടിയിരുന്നു 21.6/7 ഈക്വൽ ടു എഫേർട്സ് എന്ന് പറഞ്ഞാൽ 3.086 പേഴ്സൺസ് പെർ മന്ത്. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡൽ ഈ ടൈപ്പ് ഓഫ് സ്ക്രീൻസ്, റിപ്പോർട്ട്സ്, 3GL അല്ല റീയൂസബിലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3.086 പേഴ്സൺസ് മന്താണ് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി ഓവറോൾ നമ്മുടെ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ഞാൻ ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ കൊക്കോമോ 2-ൽ, അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ഏതൊക്കെ മോഡൽ ഉണ്ടെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇതാണ് കൊക്കോമോ 2-ലെ സബ് മോഡൽസ്. ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡൽ എവിടെ യൂസ് ചെയ്യുന്നു, യൂസ്ഡ് ഡ്യൂറിങ് ദി ഏർലി സ്റ്റേജസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് വൺ ഏർലി ഡിസൈൻ സ്റ്റേജ് മോഡൽ, യൂസ്ഡ് വൺസ് റിക്വയർമെൻറ്റ്സ് ഹാവ് ബീൻ സ്റ്റെബിലൈസ്ഡ് ആൻഡ് ബേസിക് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഹാസ് ബീൻ established. Next one post architecture stage model used during the construction of the software. അപ്പോൾ 3 മോഡൽസ്, സബ് മോഡൽസ് ആണ് കൊക്കോമോ 2-ൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡലിലാണ് പറഞ്ഞു, ഒന്ന് ഓവർവ്യൂ നോക്കാം. ദ സൈസിങ് ഇൻഫർമേഷൻ ഫോളോഡ് ബൈ ദിസ് മോഡൽ ഈസ് ദ ഇൻഡയറക്റ്റ് സോഫ്റ്റ്വെയർ മെഷർ ഓബ്ജക്ട് പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓബ്ജക്ട്സ് പോയിൻറ്റ്സ് ഈസ് കമ്പ്യൂട്ടഡ് യൂസിങ് കൗണ്ട്സ് ഓഫ് നമ്പർ ഓഫ് സ്ക്രീൻസ് അറ്റ് ദ യൂസർ ഇൻ്റർഫേസസ് ആണ്. സ്ക്രീൻസ് ഓൾറെഡി പറഞ്ഞു. ദെൻ റിപ്പോർട്ട്സ് എത്രയുണ്ട്, കമ്പോണൻറ്റ്സ് ലൈക്ലി ടു ബി റിക്വയർഡ് ടു ബിൽഡ് ദി ആപ്ലിക്കേഷൻ. ഏതൊക്കെ കമ്പോണൻസ്, 3GL ആണ് കമ്പോണൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഏതൊക്കെ വേണം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഓബ്ജക്റ്റ് പോയിൻറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഓബ്ജക്റ്റ് ഇൻസ്റ്റൻസസ് അല്ല സ്ക്രീൻസ് റിപ്പോർട്ട്സ് എല്ലാം അതിനെ നമുക്ക് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു വൺ ഓഫ് ദി 3 കോംപ്ലക്സിറ്റി ലെവൽസ്. ഓൾറെഡി പറഞ്ഞു, 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ, മീഡിയം ഓർ ഡിഫിക്കൽട്ടി. അപ്പോൾ നമ്മൾ ഡിഫിക്കൽട്ട്, അപ്പോൾ നമ്മൾ ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്പർ ഓഫ് സോഴ്സ് അല്ലെ ക്ലയൻറ്റൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ക്ലയൻറ്റ് സെർവർ ഐഡൻറ്റിഫൈ. ഇൻ ദ എസൻസ് ഓഫ് കോംപ്ലക്സിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് നമ്പർ ആൻഡ് സോഴ്സ് ഓഫ് ക്ലയൻറ്റ് ആൻഡ് സെർവർ ഡാറ്റ ടേബിൾസ് ദാറ്റ് ആർ റിക്വയർഡ് ടു ജനറേറ്റ് സ്ക്രീൻ ഓർ റിപ്പോർട്ട്. എന്തെല്ലാം സെർവർ ക്ലയൻറ്റ് എന്തൊക്കെ ആവശ്യമായിട്ട് വേണം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് വ്യൂസ് ആൻഡ് സെക്ഷൻ presented as part of screen and reports. ഓക്കെ, അപ്പോൾ ഓവറോൾ ഇത്രയാണ്. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിളും കൂടി ഇതിനകത്ത് കൊടുത്തിരിക്കും, ഞാൻ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കൊക്കോമോ 2 മോഡൽ ടു എസ്റ്റിമേറ്റ് ദ എഫേർട്ട് റിക്വയർഡ് ടു ബിൽഡ് സോഫ്റ്റ്വെയർ ഫോർ എ സിമ്പിൾ ATM that produces 12 screens, 10 reports and will require approximately 80% as new software components. Assume average complexity ആണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ആവറേജ് ഡെവലപ്പർ എൻവയോൺമെൻറ്റ് മച്യൂരിറ്റി. യൂസ് ദി ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡൽ വിത്ത് ഒബ്ജക്ട്സ് പോയിൻറ്റ്സ്. അപ്പം നമ്മൾ ഇതിനകത്ത് 12 സ്ക്രീൻസ് 10 റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഇതിനെ ഒരു ടേബിളായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആകും. ചെയ്യുമ്പം മറ്റേപോലെ നമ്മൾ സ്റ്റെപ്സ് എഴുതി തന്നെ വേണം ചെയ്യണം, ഇത് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഗിവൺ ഏതൊക്കെയാണ്, സ്ക്രീൻ 12 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, വെയിറ്റ് ഫാക്ടർ 1 ആണ്. ടോട്ടൽ ഒബ്ജക്ട്സ് പറഞ്ഞാൽ 12 വരും. റിപ്പോർട്ട്സ് പറഞ്ഞാൽ കൗണ്ട് 10 ആണ് പറഞ്ഞാൽ സിമ്പിളാണ് കോംപ്ലക്സിറ്റി ലെവൽ. അപ്പം സിമ്പിളാകുമ്പം നമ്മൾ വെയിറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 10 വെച്ചിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഒബ്ജക്ട്സ് 20 ആണ്. അപ്പോൾ 3GL കമ്പോണൻസ് ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ടോട്ടൽ ഒബ്ജക്ട്സ് പോയിൻറ്റ്സ് പറഞ്ഞാൽ 32 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീയൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ NOP കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ NOP എങ്ങനെ എടുക്കും, ഉണ്ടോ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 80% ഓഫ് കമ്പോണൻറ്റ്സ് ഹാവ് ടു ബി ന്യൂലി ഡെവലപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റിമൈനിങ്
ന്യൂലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ 20% ക്യാൻ ബി റീയൂസ്ഡ്. 80% ന്യൂലി ഡെവലപ്പ് ചെയ്യണം. അപ്പം റിമൈനിങ് 20% റീയൂസ് ചെയ്യാം. അപ്പം നമ്മൾ എന്താണ് കമ്പ്യൂട്ട് ന്യൂ ഒബ്ജക്റ്റ് പോയിൻറ്റ്സ് ആൻഡ് 20% എന്ന് കിട്ടിയല്ലോ. അപ്പം നമുക്ക് ഒബ്ജക്റ്റ് പോയിൻറ്റ്സ് എത്രയാണ് 32 കിട്ടിയായിരുന്നു, ഇൻറ്റു 100 മൈനസ് 20% അല്ലേ ബൈ 100. അപ്പം നമുക്ക് എത്ര കിട്ടും? 32 ഇൻറ്റു 80/100 ആണ്. അപ്പം ന്യൂ ഒബ്ജക്ട്സ് പോയിൻറ്റ്സ് എത്രയാണ്? 25.6 ഒബ്ജക്റ്റ് പോയിൻറ്റ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് എത്രയാണ് പ്രൊഡക്ടിവിറ്റി ആവറേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ആവറേജ് റേറ്റിൽ നമുക്ക് ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 13 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ എഫർട്ട് എന്ന് പറഞ്ഞാൽ NOP ഡിവൈഡഡ് ബൈ പ്രൊഡക്ടിവിറ്റി, അതായത് എഫർട്ട് എന്ന് പറഞ്ഞാൽ 25.6 ഡിവൈഡഡ് ബൈ 13, അതായത് എഫർട്ട് എന്ന് പറഞ്ഞാൽ 1.96% മന്ത്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡൽ, അല്ലെ കൊക്കോമോ 2ലെ സബ് മോഡൽസ് ആയിട്ട് വരുന്ന കൊക്കോമോ 2 എന്താണെന്നുള്ളത്. അപ്പം കുറച്ചും കൂടെ എന്താണ് മോഡേൺ ടൂൾസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊക്കോമോ 2 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 സബ് മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡലിൻ്റെ കേസസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ടേബിൾസ് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കാൽക്കുലേഷൻസൊക്കെ വരുന്നത്. ഓക്കെ.